ഈ ആർക്കിടെക്ചറൽ ഫയലും ഈ MEP സർവേ ACയുടെ ഫയലും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം അത് ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി അത് രണ്ടും ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ XR എൻ്റർ കൊടുക്കുക, XRF എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം May 20 ടെൻഡർ ഞാൻ കൊടുത്ത ഡ്രോയിങ് ഫയലും അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന XRF ഫയലും ആർക്കിടെക്ചറൽ XRF അത് എനിക്ക് ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട, ബൈൻഡ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അത് XRF ബൈൻഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് കണ്ട XRFിൻ്റെ ഡയലോഗ് ബോക്സിനകത്ത് XRF ഫയൽ ഇല്ല, അത് ബൈൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ XRF ബൈൻഡ് ചെയ്യണം ഒരു ഡ്രോയിങ്ങിൻ്റെ കൂടെ. ഇനി നമ്മളിവിടെ വന്നിട്ട് ലെയർ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ കാണാം ഇത് ബൈൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആർക്കിടെക്ചറൽ XRF ബൈൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി XR എൻ്റർ അടിക്കുകയാണെങ്കിൽ ഈ HVAC May 20 ടെൻഡർ എന്ന് പറഞ്ഞ ഒരൊറ്റ ഫയൽ മാത്രമേ ഉള്ളൂ. XRF ഫയൽ ഈ ഒരു ഡ്രോയിങ് ഫയലുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് XRF ഫയലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും കാണിക്കില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിതാണ്ട് ഇന്ന് ഇപ്പം സമയം 2:26 കണ്ട 2:24 ആണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തത്. അതായത് XRF ഫയൽ ബൈൻഡ് ചെയ്ത് വിട്ടത്. അതുകൊണ്ട് ഇനി XRF ഫയൽ ഈ ഡ്രോയിങ്ങിൻ്റെ കൂടെ കാണില്ല, അത് ഓൾറെഡി ബൈൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബൈൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതോടെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. താങ്ക് യു.